തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇത്തവണ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തകർപ്പൻ ഓഫർ ഓണം സ്വർണ്ണോത്സവം 2024 ആമിയ ഗോൾഡിൽ തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ ബമ്പർ സമ്മാനം 100 പവൻ സ്വർണം, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. കൂടാതെ 1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയുടെ മലപ്പുറം അധിക്ഷേപ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് അങ്ങാടിപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയത്. മലപ്പുറത്ത് 120 കോടി രൂപ മൂല്യമുള്ള 150 കിലോ സ്വർണം പിടികൂടിയിട്ടുണ്ടെന്നും ഇത് കേരളത്തിൽ സംസ്ഥാന രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ് പണം ഉപയോഗിക്കുന്നത് എന്ന് ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ പ്രസ്താവനയ്ക്കെതിരെയാണ് പ്രതിഷേധ പ്രകടനം നടന്നത്. മലപ്പുറം ജില്ലയെ ദേശദ്രോഹികൾ കേരളമുഖ്യൻ പിണറായി കത്തിക്കത്തി പോവട്ടെ കത്തട്ടെ RSSന് വിടുപണി ചെയ്യും. സംഘി വിജയൻ കത്തട്ടെ. കത്തിക്കത്തി പോവട്ടെ. ഇൻക്ലാബ് സിന്ദാബാദ്. വെൽഫെയർ പാർട്ടി സിന്ദാബാദ്. കേരള മുഖ്യൻ പിണറായി RSSനാവാണ്. RSSന് വിടുപണി ചെയ്യും. കേരള മുഖ്യൻ പിണറായി കത്തിക്കത്തി പോവട്ടെ. പ്രതിഷേധ പ്രകടനം പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ച വാർത്ത വരുന്നത് ഗുജറാത്തിൽ നിന്നാണ്. സ്വപ്ന സുരേഷ് അടക്കമുള്ളവർ തിരുവനന്തപുരം എയർപോർട്ട് വഴിയാണ് സ്വർണം കടത്തിയത്. എല്ലാ ജില്ലക്കാരും പ്രതികളാകാറുണ്ട്. പക്ഷേ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിക്കുന്ന സ്വർണം രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. തീർത്തും ആസൂത്രിതമായ പ്രസ്താവനയാണിത്. സംഘപരിവാർ രാജ്യവ്യാപകമായി ഈ പ്രചരണം ഏറ്റെടുക്കുകയും ചെയ്യും. മലപ്പുറം ജില്ലയ്ക്കെതിരെ നടക്കുന്ന ഈ ഗൂഢാലോചന ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, നിങ്ങൾ ആര് വന്നുകൊണ്ട് ഈ മലപ്പുറം ജില്ലയെ ഏത് രൂപത്തിൽ അപരവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അതെല്ലാം ചെറുത്ത് തോൽപ്പിക്കാൻ കഴിവുള്ള പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത്. അതിന് മുമ്പിൽ മുട്ടുമടക്കാൻ ഞങ്ങൾ നിന്നിട്ടുണ്ട്. ഞങ്ങളുടെ പാരമ്പര്യം അതാണ്. ഈ സംഘപരിവാറിന്റെ മുമ്പിൽ മുട്ടുമടക്കാവുന്ന പാരമ്പര്യമുള്ളതാണ് ഞങ്ങൾ. ഞങ്ങളുടെ നാടിനെ അപമാനപ്പെടുത്തുന്ന രൂപത്തിൽ എന്ത് പ്രസ്താവന ആരിറക്കിയാലും അതിന്റെ മുമ്പിൽ സങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞങ്ങൾ പറയും. അല്ല, നിങ്ങളുടെ തൽക്കാലമായിട്ടുള്ള കാര്യസാധ്യതയ്ക്ക് വേണ്ടി ഈ മലപ്പുറം ജില്ലയെ നിങ്ങൾ ഇനിയും മോശമായി ചിത്രീകരിക്കാനാണെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും. അതിനൊപ്പം മുമ്പിൽ നിൽക്കാൻ വെൽഫെയർ പാർട്ടിയും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധ പ്രകടനത്തിന് പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈദാലി വലമ്പൂർ അധ്യക്ഷത വഹിച്ചു. പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട്, സക്കീർ മാമ്പ്ര, ആഷിഖ് ചാത്തോലിൽ, നൌഷദ് അരിപ്ര തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, പെരിന്തൽമണ്ണ.